2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് CPM ചുവട് വയ്ക്കുമ്പോൾ പുറത്തുവരുന്ന സ്ഥാനാർത്ഥി പട്ടിക കേവലം ഒരു പേരുകളുടെ കൂട്ടമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന ഒരു പുതിയ യുഗത്തിന്റെ കൃത്യമായ വിളംബരമാണ്. പിണറായിസം എന്ന വാക്ക് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും 2026 സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ അധികാര കേന്ദ്രങ്ങളെയും വിരുദ്ധ സ്വരങ്ങളെയും നിശബ്ദമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഏകശിലാത്മകമായ നേതൃത്വത്തിലേക്ക് CPM പൂർണ്ണമായും പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത്രത്തോളം വ്യക്തികേന്ദ്രീകൃതമായ ഒരു സ്ഥാനാർത്ഥി നിർണയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നതും സംശയമാണ്. 2026 തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് CPM തയ്യാറാക്കിയിരിക്കുന്ന പട്ടികയിൽ തെളിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്. പാർട്ടിയിലെ പിണറായി വിരുദ്ധ ചേരികളും ഭാവിയിൽ വെല്ലുവിളിയായേക്കാവുന്ന യുവ നേതാക്കളെയും തന്ത്രപരമായി വെട്ടിനിരത്തിക്കൊണ്ട് തന്റെ വിശ്വസ്തർക്കായി ഒരു സുരക്ഷിത താവളം ഒരുക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തിലെ ജനകീയ മുഖമായിരുന്ന VS അച്യുതാനന്ദന്റെ തട്ടകമായ മലമ്പുഴയിൽ ഇത്തവണ വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിച്ചിരുന്നത്. VSന്റെ മകൻ VA അരുൺകുമാറിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം പ്രാദേശിക തലത്തിൽ ശക്തമായിരുന്നു. VS എന്ന വികാരം വോട്ടാക്കി മാറ്റാൻ ഇത് സഹായിക്കുമെന്നും VS അനുകൂലികളായ ഒരു വലിയ വിഭാഗം വോട്ടർമാരെ പാർട്ടിയോട് അടുപ്പിച്ചു നിർത്താൻ അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം അനിവാര്യമാണെന്നും ഒരു വിഭാഗം നേതാക്കൾ വാദിച്ചു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിർദ്ദേശത്തെ കർശനമായി എതിർത്തു. VSന്റെ മകനെ മത്സരിപ്പിക്കുന്നത് കുടുംബവാഴ്ച ആരോപണത്തിന് ഇടയാക്കുമെന്ന ഔദ്യോഗിക വാദമാണ് ഉയർത്തിയതെങ്കിലും ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. പാർട്ടിയിൽ നിന്നും VS എന്ന വികാരത്തെയും അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെയും പൂർണ്ണമായി മായ്ച്ചു കളയുക എന്ന നീക്കമാണിത്. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തത്തിന് മുന്നിൽ പാർട്ടി ഘടകങ്ങൾ വഴങ്ങുകയും പ്രഭാകരനെ തന്നെ മലമ്പുഴയിൽ നിലനിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത് മലമ്പുഴയിലെ VS ആരാധകർക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. കണ്ണൂർ രാഷ്ട്രീയത്തിലെ തീപ്പൊരി നേതാവും നിലവിലെ സ്പീക്കറുമായ AN ഷംസീറിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച തീരുമാനമാണ്. 2 ടൈം വ്യവസ്ഥയുടെ പേര് പറഞ്ഞാണ് ഷംസീറിനെ വെട്ടിനിരത്തിയത്. എന്നാൽ പാർട്ടിയിലെ പല പ്രമുഖർക്കും 2 ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകിയപ്പോൾ ഷംസീറിന് മാത്രം എന്തുകൊണ്ട് അത് ബാധകമായി എന്ന ചോദ്യം ഉയരുന്നു. ഇവിടെയാണ് PM മുഹമ്മദ് റിയാസ് എന്ന ഘടകം ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന് പാർട്ടിയിലും ഭരണത്തിലും ഭാവിയിൽ വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള യുവ നേതാക്കളെ ഒന്നൊന്നായി പുകച്ച് പുറത്തു ചാടിക്കുകയാണെന്ന ആരോപണം ശക്തമാണ്. വാക്ചാതുര്യം കൊണ്ടും സംഘടനാ ശേഷി കൊണ്ടും ശ്രദ്ധേയനായ ഷംസീർ പാർലമെന്ററി രംഗത്ത് തുടരുന്നത് റിയാസിന്റെ ഭാവിക്ക് തടസ്സമാകുമെന്ന് കണ്ടാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തലശ്ശേരിയിൽ ഷംസീറിന് പകരക്കാരനായി രാജനെ കൊണ്ടുവന്നത് ഈ വെട്ടിനിർത്തൽ തന്ത്രത്തിന്റെ ഭാഗമാണ്. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നയിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെയും ഇത്തവണ പൂർണ്ണമായും അവഗണിച്ചു. കോടിയേരിയുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അണികൾക്ക് ഇത് വലിയ തിരിച്ചടിയായി. പിണറായി വിജയന്റെ വിശ്വസ്ത വലയത്തിന് പുറത്തുള്ളവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. കോടിയേരിയോട് കൂറുള്ള ഒരു വിഭാഗം പ്രവർത്തകർ ഈ തീരുമാനത്തിൽ അസംതൃപ്തരാണെങ്കിലും പാർട്ടിക്കുള്ളിലെ അച്ചടക്ക നടപടികളെ ഭയന്നവർ പരസ്യമായ പ്രതികരണത്തിന് മുതിരുന്നില്ല. കോഴിക്കോട് ജില്ല ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. മട്ടന്നൂരിൽ ഇത്തവണ യുവനേതാവ് KK സനോജാണ് ജനവിധി തേടുന്നത്. KK ശൈലജ ടീച്ചർ, AC മൊയ്തീൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ് തുടങ്ങിയവരെ നിലനിർത്തിയത് അവർക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റാനാണ്. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സേഫ് സ്ഥാനാർത്ഥികൾ അത്യാവശ്യമാണെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. ഈ പട്ടിക പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം CPM എന്ന പാർട്ടി ഇപ്പോൾ ഒരു വ്യക്തിത്വത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നാണ്. പണ്ടുകാലങ്ങളിൽ പാർട്ടിയിൽ കൂട്ടായ തീരുമാനങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയാണ്. പാർട്ടിയിലെ ഓരോ സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ ഉള്ളവരാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതിനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പിണറായിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഇത്രയേറെ അസംതൃപ്തി പുകയുമ്പോഴും CPMനെ ആത്മവിശ്വാസത്തിൽ എത്തിക്കുന്നത് പ്രതിപക്ഷ UDFന്റെ അവസ്ഥയാണ്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കുകളും സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യം മുതലെടുത്ത് പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിലെത്താനാണ് CPM ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിൽ സജീവമാക്കുന്നതിലൂടെ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏകപക്ഷീയമായ നീക്കങ്ങൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയുണ്ടാക്കിയിട്ടുണ്ട്. VSനെ സ്നേഹിക്കുന്ന പ്രായമായ പ്രവർത്തകർ അരുൺകുമാറിനെ തഴഞ്ഞതിനെ ഒരു പകപോക്കലായി കാണുന്നു. ഷംസീറിനെ പോലുള്ള നേതാക്കളെ തഴഞ്ഞത് യുവ നേതാക്കൾക്കിടയിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. റിയാസിന് വേണ്ടി പാർട്ടിയെ ബലി കൊടുക്കുന്നു എന്ന തോന്നൽ അവരിൽ ശക്തമാണ്. പല മണ്ഡലങ്ങളിലും പ്രാദേശികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്തത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം. 2026 CPM സ്ഥാനാർത്ഥി പട്ടിക കേരള രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണമാണ്. പാർട്ടി എന്ന സംവിധാനത്തെ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് പൂർണ്ണമായി മാറ്റി എഴുതുമ്പോൾ അത് എത്രത്തോളം ജനകീയമായി നിലനിൽക്കുമെന്നത് കണ്ടറിയണം. VSനെയും കോടിയേരിയെയും പോലുള്ള നേതാക്കളുടെ
നിഴലുകളെ പോലും ഭയപ്പെടുന്ന ഒരു നേതൃത്വമായി പിണറായി വിജയൻ മാറിയിരിക്കുന്നുവെന്ന വിമർശനം ഈ പട്ടിക ശരിവെക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം എന്തുതന്നെയായാലും CPM-ന്റെ ആഭ്യന്തര ജനാധിപത്യത്തിൽ ഈ വെട്ടിനിരത്തൽ ഉണ്ടാക്കിയ മുറിവുകൾ വരും കാലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നതും ഉറപ്പാണ്. പിണറായിസം എന്ന ഈ പരീക്ഷണം വിജയിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ശൈലിയായി മാറും. പരാജയപ്പെട്ടാൽ അത് CPM-ലെ ഒരു വലിയ പൊട്ടിത്തെറിക്ക് കാരണമാവുകയും ചെയ്യും.